മത്തനും കുമ്പളങ്ങയും കൊണ്ടുള്ള നല്ലൊരു പുളിങ്കറിയുടെ റെസിപ്പിയാട്ടോ ഇത്. ഇതിൽ നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കുന്നില്ലെങ്കിൽ കൂടെ നല്ല കൊഴുത്ത ചാറായിട്ടാണ് കേട്ടോ കറി ഇരിക്കുന്നത്. ഈ കറിയും കൂടെ ഒരു ഓംലെറ്റും ഒരല്പം തൈരും കൂടെ ഉണ്ടെങ്കിൽ ഊണ് കുശാലാണ്. ഇതിനായിട്ട് ഒരു 1/4 കിലോ വീതമുള്ള മത്തനും കുമ്പളങ്ങയും കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനി ഈ ഒരു വലുപ്പത്തിൽ കഷ്ണങ്ങളാക്കി എടുക്കാം. മെഷർമെൻറ്റിൽ പറയുവാണെങ്കിൽ 1.5 കപ്പ് വെച്ചുണ്ട് കേട്ടോ ഓരോന്നും. ഇനി ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഏകദേശം 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വയ്ക്കാം. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ പൊടി തയ്യാറാക്കാനായിട്ട് ഒരു പാനിൽ 1.5 ടേബിൾ സ്പൂൺ അരി, ഞാനിവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സോന മസൂരിയോ ഇഡ്ഡലി റൈസോ ഏത് വേണമെങ്കിലും എടുക്കാം. വൈറ്റ് റൈസ് ആയിരിക്കണമെന്നേ ഉള്ളൂ. 1/2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, ഇത് വലിയ സ്പൂണിൻ്റെ മെഷർമെൻറ്റ് കേട്ടോ ടേബിൾ സ്പൂൺ വരുന്നത്. 1/2 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ നിറച്ച് ജീരകം, 1 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് സിമ്മിനും മീഡിയത്തിനും ഇടയിലുള്ള ഒരു ഫ്ലെയിം, അതായത് ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. ഉഴുന്നൊക്കെ നന്നായിട്ടൊന്ന് ചുമന്ന് വരുന്നതാണ് പാകം. അരി കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ വെള്ളം നനവില്ലാത്ത കറിവേപ്പില കൂടി ചേർത്ത് ചൂടാക്കി എടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, സാധാ മുളക് പൊടിയാണെങ്കിൽ 2 ടീസ്പൂൺ ചേർത്താൽ മതിയാകും, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ആ പാനിൻ്റെ ചൂടിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിനി ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതിനെ ഒരു പാത്രത്തിലേക്കിട്ട് 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് 1 കപ്പ് ആയാലും കുഴപ്പമൊന്നുമില്ല, കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. അല്ലെങ്കിൽ ഈ വെള്ളം ആ മിക്സി ജാറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താലും മതിയാകും. ഇനി ഒരു ചട്ടിയിലേക്ക് നമ്മൾ കഷ്ണിച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും മത്തനും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി കുറച്ചൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ബാക്കി കറിയുടെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് പിന്നീട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാമേ. 1.5 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും 2-3 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് ഇളക്കി വേവിക്കാനായിട്ട് വയ്ക്കാം. കറി നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ മസാല ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 15 മിനിറ്റ് കറി ഒന്ന് തിളപ്പിക്കാനായിട്ട് അടച്ചു വയ്ക്കാം. അതിനുശേഷം അടപ്പ് തുറന്ന് കറിയൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ കുറവാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്. ഞാനിവിടെ ഒരല്പം പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനി തുറന്ന് വെച്ച് ഒരു 3-4 മിനിറ്റും കൂടി ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കറി ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ച് പാകമാക്കി എടുക്കാം. ഈ സമയത്ത് എരിയും പുളിയെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 ടീസ്പൂൺ ശർക്കര പൊടിച്ചത് അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനെടുത്ത മത്തൻ നന്നായിട്ട് പഴുത്തതായതുകൊണ്ട് ചെറിയൊരു മധുരമുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ ഇപ്പോൾ ചേർക്കുന്നില്ല. ഈ സമയത്ത് കറി ആവശ്യത്തിനൊന്ന് കുറുകി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ടാകും. അല്പം കറിവേപ്പിലയും കൂടി തൂക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഈ കറിയുടെ നല്ലൊരു മണമാട്ടോ അടുക്കള മൊത്തവും. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിക്ക് കട്ടി കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചിട്ട് നിങ്ങളുടെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. താളിക്കാനായിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി 1 ടീസ്പൂൺ നിറച്ച് കടുകും 10-15 ചെറിയുള്ളി, വലുതാണെങ്കിൽ കഷ്ണിച്ചിടാം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി തീരെ അങ്ങ് മൂത്ത് പോകണ്ട. നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അസാധ്യ ടേസ്റ്റുള്ള ഒരു കറിയാട്ടോ ഇത് വയ്ക്കുന്നതിൻ്റെ അടുത്ത ദിവസം ഈ കറി എടുക്കുമ്പോഴാണ് സൂപ്പർ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ആ സമയത്ത് ഒരു സെമി ഗ്രേവിയിലായിരിക്കും ഈ കറി ഇരിക്കുക. ഗ്രേവി കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ ആ സമയത്ത് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതിയാകും. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.